വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ദ കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നമുക്ക് കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, ദ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ദ കിങ് ഓഫ് സോഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് നാളായി നോ കോണ്ടാക്റ്റിലാണ് ആ ഒരു പേഴ്സണെങ്കിൽ വളരെ എന്താണ് അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ആ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് തീർച്ചയായിട്ടും നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എനർജി. പക്ഷേ ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നിൽക്കുന്നതായിട്ടാണ് മേ ബി നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സലിനെ ബിലീവ് ചെയ്തിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാകും. അതായത് നിങ്ങളൊരു ഓപ്ഷൻ പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകും. കുറച്ച് ആൾക്കാരെ ഈ ഒരു പേഴ്സണായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പേഴ്സൺ ഒരുപാട് ആ ഒരു പേഴ്സൺ വളരെയധികം ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പക്ഷേ ചില കാര്യങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് തേർഡ് പാർട്ടി ഉള്ളതായിരിക്കാം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ വളരെയധികം മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സണാണ് ഞാൻ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത്രമേൽ മെച്യൂരിറ്റി ഒന്നും ഇപ്പോഴും കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഒരുപാട് നേരമായിട്ട്, ഒരുപാട് നാളുകളായിട്ട് ആ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു പേഴ്സണ് മുന്നോട്ട് പോകേണ്ട എന്താണ്, മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വീണ്ടും വരുമോ, ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ, വീണ്ടും ആ ഒരു പേഴ്സണെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ക്ലാരിറ്റി ആകാം. ചിലപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു പേഴ്സൺ തന്നെ മനഃപൂർവ്വം നിങ്ങളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്ന് കാണിക്കുന്ന ഒരു രീതി. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണോടൊരു വാശി തീർക്കുകയാണ് എന്നുള്ളത് തോന്നിച്ചൊക്കെയാണ് ആ ഒരു പേഴ്സണോട്, ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഒരേ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതൊരിക്കലും അംഗീകരിച്ച് തരാൻ ഇപ്പോഴും തയ്യാറല്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ പേഴ്സണിൽ നിന്നും എത്ര മാറാൻ ശ്രമിക്കുന്നു അത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റ് ആവുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് അറിയാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിൽ എങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ അതൊക്കെ മാറ്റി വരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പോകാനൊന്നും ഈ ഒരു സാഹചര്യത്തിൽ പറ്റുന്നില്ല. എന്ത് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നിങ്ങളോട് തർപ്പിച്ച് പറഞ്ഞാൽ പോലും, ബട്ട് ഇമോഷണലി ആ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജി വേണം എന്നുള്ള ഒരു തോന്നിച്ചൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത്. നമുക്ക് 5 ഓഫ് സോഡ്, 6 ഓഫ് സോഡ്, ഓക്കെ, ഏസ് ഓഫ് വൺസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഡെത്ത് റീബർത്ത് ആണ്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം മറച്ചു വയ്ക്കാൻ ഒരുപാട് നാളൊന്നും നമുക്ക് പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പം നിങ്ങളെ ആ ഒരു പേഴ്സണെ നിങ്ങളെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ദേഷ്യമൊന്നും കുറേ ആൾക്കാരെ സംബന്ധിച്ചുണ്ടാവില്ല. കാരണം ഇവിടെ എന്ത് തരം സാഹചര്യം ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സണ് ദേഷ്യം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് നിങ്ങളോട് വന്ന് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊരിക്കലും നിങ്ങളെ മുമ്പിലെത്തുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരധികം സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നിന്നാലും ആളുടെ മൈൻഡിലെന്ന് പറയുന്നത് നിങ്ങളൊന്ന് വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേഷൻ തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് ബ്ലോക്കാക്കി പോയതാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സണെ വിട്ടേച്ച് പോവാം,
പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി. അതായത് ആ ഒരു പേഴ്സണ് പല സാഹചര്യങ്ങളും ഒരു തടസ്സം പോലെ നിൽക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പേഴ്സൺ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണോ സംസാരിക്കാത്തുള്ള സമയത്ത് ഫുൾ ഈ ഒരു റിലേഷൻഷിപ്പേ വേണ്ട എന്ന മട്ടിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. കാരണം അവിടെ അങ്ങനെ ഒരു എനർജറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു തരം ഓർമ്മകളാണ് ആ ഒരു പേഴ്സണെ വീണ്ടും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറേ ആൾക്കാർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ആ ഒരു പേഴ്സണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പകരമായിട്ടാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഒരു പേഴ്സണ് ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യമാണ് കാണിക്കേണ്ടത്. കാരണം ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു എനർജി ഇപ്പോൾ ഈ ഒരു ടൈം കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരു കെയർ ചെയ്യുന്നില്ല എന്ന് കാണിക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കി നോക്കാം. 5 of Cups, okay. The Lovers card. ദി എംപറർ കാർഡ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പേഴ്സൺ ഇപ്പോഴും പാസ്റ്റിൽ, ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും ആ ഒരു പേഴ്സണ് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഓർമ്മകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജി, നിങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി. പക്ഷേ അതൊരിക്കലും നിങ്ങളോട് വീണ്ടും വന്ന് കാണിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം, പോകുന്നത്ര വരെ പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി. കുറച്ച് ആൾക്കാർ വളരെയധികം ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരുടെ ഫീലിങ്സ് അങ്ങനെ തന്നെ മറച്ചു വയ്ക്കുകയാണ്. അതായത് നിങ്ങളെ മറക്കാൻ വേണ്ടി ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുമ്പേ ഒക്കെ നിങ്ങൾ വീണ്ടും ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് ആ ഒരു പേഴ്സണ് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അത് ആ ഒരു പേഴ്സൺ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി മിണ്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു ചേസിങ്, ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ്, ഓ നിങ്ങൾ ഒറ്റപ്പെട്ട് നിന്നാലും നിങ്ങൾ ആ ഒരു പേഴ്സണെ തേടി പോവില്ല കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചു. പിന്നെ ഞാൻ എന്തിനാണ് തേടി പോകുന്നത്? പക്ഷെ അങ്ങനെ വിചാരിച്ചാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കിയിടത്തോളം വേറെ ആരും ആ ഒരു പേഴ്സണെ അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്തിനെ സാഹചര്യം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ആ ഒരു പേഴ്സണ് സമാധാനം തരുന്നത് ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലാതെ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചില ആൾക്കാരെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണേക്കാളും കൂടുതൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ എത്ര അംഗീകരിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി വെക്കാം. ഒരു പേഴ്സൺ ജെന്യൂനായിട്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കുള്ള ചോദ്യം, അല്ലേ? കിങ് ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് കപ്സ്, ദ പേജ് ഓഫ് സൂഡ്, ബോട്ടം ഓഫ് ദ ഡെക്ക്, 3 ഓഫ് വോൺസ്. ഓക്കെ, തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു കുട്ടികളുടെ മനസ്സ് പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മെച്യൂരിറ്റി ഇല്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരവസ്ഥ. കാരണം ആ ഒരു പേഴ്സണെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും അതേപോലെ ആ ഒരു പേഴ്സൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നത് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അത് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വീണ്ടും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അവരെത്രത്തോളം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം മറച്ചു വെക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും പക്ഷെ അവർക്കത് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വീണ്ടും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചാപ്റ്റർ, ഇവിടെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് അത് അവസാനിച്ചു അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പുതിയൊരു തുടക്കമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും
ആ ഒരു വ്യക്തി വീണ്ടും പുതിയൊരു രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് സ്നേഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വിശ്വാസം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളോട് എത്ര തന്നെ വിശ്വാസവഞ്ചന ചെയ്താലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് അതെന്ന് പറയുന്നത് നിങ്ങളോ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നുള്ളതൊരു തിരിച്ചറിവാണ് ഈ ഒരു ടൈം ഉള്ളതായിട്ട് കാണിക്കുന്നത്. കാരണം ചില തിരിച്ചറിവുകൾ നമ്മൾ കുറച്ച്, അല്ലെങ്കിൽ മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് വൈകി പോകും അല്ലേ. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഒറ്റപ്പെട്ട് കിടന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരൊറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ പുറമെ ആ ഒരു വ്യക്തി എന്ത് തന്നെ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞിരുന്നാലും മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സണ് ഒരു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് കുറേ നാളുകൾ തന്നെ ആയിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയതിന് യൂണിവേഴ്സിൽ കൊടുത്ത ഒരു ശിക്ഷ തന്നെ ആയിരിക്കാം കുറേ ആൾക്കാരെ സംബന്ധിച്ച്. കാരണം ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹത്തെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ പോയി. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോളമാണ് ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമുക്കിനി നോക്കി നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത്. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. We have 8 of wands, then 4 of sword, Queen of Pentacle, the Chariot card. ഓക്കെ, കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല, വളരെ നല്ല കാര്യമാണ്. കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ഒരു എഫേർട്ട് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എത്ര തന്നെ നിങ്ങളോട് ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്ത് തന്നെ സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഓർക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ചില നിമിഷങ്ങളിൽ നിങ്ങളുടെ എനർജി ആ ഒരു പേഴ്സൺ ചെയ്തു പോയതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് റിക്കവറായി വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരിക്കലും ആ ഒരു പേഴ്സൺ എപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരും, എന്നോട് എപ്പം കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എപ്പോൾ എന്നോട് പഴയ പോലെ ആവും എന്നുള്ളത് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് പോസിബിൾ ആവില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കുറച്ച് എനർജി അങ്ങനെ ഒരു വെയിറ്റിംഗ് സൈനാണ്. ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നവർ വരട്ടെ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് നിങ്ങൾ യാചിച്ചു പോകുന്ന സ്നേഹത്തിനൊന്നും അത്ര വിലയുണ്ടാവില്ല. അത് കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടാവുക, നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതായത് ഇനി ഈ റിലേഷൻഷിപ്പിൽ ഒരു 100% ജെന്യൂനിറ്റിയോടുകൂടി നിങ്ങൾ നിന്നിട്ടുണ്ട്, എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡെഡിക്കേഷനോടുകൂടി, അല്ലെങ്കിൽ അത്രയ്ക്കും സത്യസന്ധമായിട്ട് നിന്നിട്ട് പോലും നിങ്ങളെ കുറേ ആൾക്കാർ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നിച്ചുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ നിങ്ങളുടെ സന്തോഷം, ഇതിനൊക്കെ മുൻതൂക്കം നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരിക്കലും പാസ്റ്റിലെ ലെസൺ വെച്ച് നിങ്ങൾ ഒരിക്കലും മുന്നോട്ടുള്ള ലൈഫ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇനി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഒരു പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട്. പക്ഷേ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കണം എന്നുള്ളതും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ, ഒരാൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കും. എനിക്ക് വേണ്ട, ഇനി എനിക്കാവില്ല എന്നുള്ള രീതിയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി കാണിക്കുന്നു. ഇനി ഉള്ളിടത്തോളം മതി, അല്ലെങ്കിൽ അനുഭവിച്ചിടത്തോളം മതി, ഇനി എനിക്ക് എൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ യൂണിവേഴ്സിൽ കൊണ്ടുവന്ന് തരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡ്രീം പേഴ്സൺ എന്നൊക്കെ പറയില്ല, ഒരു സ്വപ്നത്തിൽ, അല്ലെങ്കിൽ കുറേ ആൾക്കാർ മാരേജിനോട് എടുക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്, മാരേജ് കഴിഞ്ഞ് പോയവർക്കല്ല, അല്ലാത്തവർക്കാണ് ഇവിടെ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉള്ളവർക്കും ഉണ്ടാവാം. പക്ഷേ കൂടുതൽ എടുത്ത് കാണിക്കുന്ന അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരു അവസരം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ടാരറ്റ് ഗൈഡൻസ് എന്താണെന്നും കൂടി, ഒറാക്കിൾ ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ഗൈഡ് മീ, ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ്, എനർജി ക്ലീനിങ്. ഓക്കെ, ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, അതിനോളം വലുതായിട്ടുള്ള ഒന്നുമില്ല.
അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളൊക്കെ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് യൂണിവേഴ്സൽ കുറച്ചധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ആൾക്ക് ഏഞ്ചൽസ് നമ്പേഴ്സിലൂടെ ആയിരിക്കാം, കുറച്ച് ആൾക്കാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.